വന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. BSc സൈക്കോളജി സ്റ്റുഡൻ്റായ ആൽവിൻ ജോൺ പ്രകാശ്. ആൽവിനെയും ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആൽവിൻ. സിസ്റ്ററെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് തന്നെയാണ്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഇന്നും ചർച്ച ചെയ്യാം. ഡോമിനന്റ് നേച്ചറിലേക്കും സബ്മിസീവ് നേച്ചറിലേക്കും ഒരു വളർത്തലാണ് ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാദർ ചെയ്യുന്ന കാര്യം. അപ്പൊ ഡോമിനന്റ് ആയിട്ട് എടുക്കുന്ന കുട്ടി കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും. അതായത് ആ ഒരു സ്ട്രോങ് ആളെയാണ് വെച്ചുകൊണ്ട് ഇയാള് ഇതെന്റെ കുട്ടിയാണ്, അവൻ എന്തും ചെയ്യും, നല്ല രീതിയിലെല്ലാം ചെയ്യും. അപ്പൊ ഇവൻ സ്ട്രോങ് ആയി വരികയും ചെയ്യും. മറിച്ച് മറ്റേ ആള് വീക്കായി പോകുന്നു. അപ്പൊ ഈ വീക്കായി പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത്, ഇവനെ ഞാൻ ഇതുപോലെയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, ഇവനെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, അതായത് നമ്മൾ ഈ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ഒരാളെ അവനെ ഞാൻ എന്ത് പറഞ്ഞാലും അവനൊന്നും പറയുന്നില്ലല്ലോ, അപ്പൊ ഇവൻ ഇതുപോലെ വളരാനാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന വലിയ നമ്മൾ ഈ ഇമോഷണൽ പ്രോബ്ലംസ് ആയിട്ടും ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ടൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ഇവരുടെ പാരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചും പാരൻസിനെ കുറിച്ചും അവരുടെ ട്രെയ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചോദിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പല കുഞ്ഞുങ്ങളെയും നമ്മൾ ഇമോഷണൽ പ്രോബ്ലം, ബിഹേവിയർ പ്രോബ്ലം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ സാഹചര്യം അതാണ്. ഇപ്പം നേരത്തെ ആൽവിൻ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ നിസ്സഹായരാ. ഇവർ ചെന്ന് വേറെ ഒരാളോട് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നിന്റെ പപ്പ അല്ലേടാ പറഞ്ഞത്, നീ അനുസരിച്ചേര്, അല്ലെ അമ്മയല്ലേ അങ്ങനെ പറഞ്ഞത്, നീ അത് വിട്ടുകൊടുത്തേര്, അമ്മ പറഞ്ഞതാ ശരി. അപ്പോൾ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനാണ്. അപ്പോൾ മേ ബി കൺഫ്യൂഷൻ അവൻ്റെ ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ട്, നമ്മളതിനെ എക്സ്റ്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയും. അതായത് ഈ പിരിവിരിപ്പ്, മറ്റുള്ള സാധനങ്ങൾ നശിപ്പിക്കുക, മറ്റുള്ള കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുരുത്തക്കേടുകൾ ഒപ്പിക്കുക, ആ രീതിയിലേക്കും പോകാം. അല്ലെങ്കിൽ ഇന്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയും. അതായത് ആങ്സൈറ്റി കൂടാം, ഡിപ്രഷൻ കൂടാം. അവർക്ക് ഒരു കാര്യം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. കാരണം കോൺഫിഡൻസ് കൊടുക്കേണ്ട ആൾ എന്താ ചെയ്യുന്നത്, ഡിറക്റ്റ്ലി ആക്റ്റീവ്ലി ഓർ പാസീവ്ലി അയാളെ അടിച്ചു താത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അഡോളസൻസ് ഏജിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താകും? കാരണം ഇവരുടെ ഒരു പിയർ പ്രഷർ വരുന്നുണ്ട്. ഇപ്പൊ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ ടീച്ചേഴ്സും പറയും, മറ്റുള്ള കുട്ടികളും പറയും, എല്ലാവരും പറയും, മോനെ നീ അങ്ങ് അനുസരിച്ച് പോ, അതാണ് നല്ലത്, നീ അങ്ങനെ തന്നെ ചെയ്യും. ഇവനെ കൊണ്ട് ഇങ്ങനെ ബലമായിട്ട് ചെയ്യിപ്പിക്കുന്നു, ഹെൽപ്ലെസ് അവൻ ചെയ്യുന്നു. പക്ഷെ അഡോളസൻസിൽ വരുമ്പോൾ അവൻ ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങുന്നു, വീട്ടിൽ അലോഹ്യം ഉണ്ടാകുന്നു. അവിടെ ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ ഈ വൈഫ്, അതായത് ഈ കുഞ്ഞിന്റെ അമ്മ എന്തായിത്തീരും? നാർസിസ്റ്റിക്കിന്റെ വിക്ടിമാണ്, ഫ്രീസായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നും ആരും കേൾക്കത്തില്ല, ഞാൻ തെറ്റുകാരത്തിയാണ്, എനിക്ക് വിവരമില്ല, ബോധമില്ല, ഞാൻ ഒരു കോമൺ സെൻസിലല്ല ചെയ്യുന്നത്, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം. കാരണം പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ചും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ് വൈഫിനെ പറയുന്ന ഒരു കാര്യമാണ്, നിനക്ക് ബോധമുണ്ടോ അതിന്? അപ്പോൾ ഈവൻ എഡ്യൂക്കേഷൻ ലെവലിലും മറ്റു എക്സ്പീരിയൻസിലും ചിലപ്പോൾ വൈഫായിരിക്കാം മുൻപന്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ തന്നെ അയാളെ അടിച്ചമർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് പിന്നീട് ഈ അഡോളസെന്റ് കഴിഞ്ഞിട്ട് യങ് അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിത്തീരും? ഇവൻ ചിലപ്പോൾ റിബലായി, ആന്റി സോഷ്യലായി. കാരണം ഇവൻ പറയുന്നത് ഈ നിയമങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ അടിച്ചേൽപ്പിക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഇവ എന്താ പറയണേ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ പറയാനായിട്ട് കെൽപ്പുള്ളവനെല്ലാം എന്നെ നിയമം അടിച്ചേൽപ്പിക്കുക, അതുകൊണ്ട് ഒരു നിയമം ഞാൻ പാലിക്കുന്നില്ല. സോ അവൻ ടോട്ടലി ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളെ നമുക്ക് വിട്ടുകളയാനും സാധിക്കില്ല. ഇവരുടെ കൂടെയുള്ള ഇപ്പോൾ കുടുംബാംഗങ്ങളായാലും വൈഫായാലും അല്ലെങ്കിൽ മക്കളായാലും ഇവരുടെ കൂടെയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇവരെ വിട്ടുകളയാതെ തന്നെ ഇവർക്കൊപ്പം നിൽക്കണം? അതിനെങ്ങനെ ഇവരെങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കുക ഇവരുടെ കൂടെയുള്ള? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഓരോ സ്കൂളിലും ഓരോ സൈക്കോളജിസ്റ്റിനെ നിയമിച്ച് ഓരോ സൈക്കോളജിസ്റ്റും ഓരോ കുട്ടികളെയും പേഴ്സണലായിട്ട് കണ്ട് അവരുടെ പേരൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കേട്ട് മനസ്സിലാക്കി
പേരൻസ് ഏത് തരത്തിലുള്ള പേരൻസ് ആണ്, ആ പേരൻറ്റിങ് എങ്ങനെയാണെന്നുള്ള കാര്യം സൈക്കോളജിസ്റ്റിനെ ഡയഗ്നോസ് ചെയ്തിട്ട് കുട്ടിക്ക് പലപ്പോഴും എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻസ് ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് വീട്ടിലുണ്ട്. അപ്പം ഞാൻ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അഫക്റ്റ് ചെയ്യില്ല, എൻ്റെ പേരൻസിനെയും എനിക്ക് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ. പിന്നെ അതിനേക്കാളും അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നൊരു കാര്യമാണ് ഈ പറയുന്ന വിഷ്വൽ മീഡിയകൾ. ഇപ്പൊ തന്നെ നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ചും അല്ലെങ്കിൽ ഒരാളുടെ ഒരു കേസ് ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പല മൂവികളെയും കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ മൂവികളിൽ ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ അവർ ചിത്രീകരിച്ചിരിക്കുന്ന രീതി ഇങ്ങനെയുള്ള ഡിസോർഡറിന്റെ ബേസിസിൽ വെച്ചാണ്. അപ്പൊ ഇത് കുറച്ചും കൂടിയൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതേപോലെയുള്ള മൂവികളെ വെച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും സാധാരണ മനുഷ്യർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക വഴി കൂടെയുള്ളവർക്കും അത് തിരിയും. പക്ഷെ പലപ്പോഴും ഞങ്ങൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ ഈ PG ക്ലാസ്സുകളിലൊക്കെയാണ് ഞങ്ങൾ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ അബ്നോർമൽ സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ക്ലാസ്സുകൾ വരുന്നത്. അപ്പോൾ ഈ ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് എനിക്കുണ്ടോ മറ്റൊരാൾക്കുണ്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയിലും ഇതിൻ്റെ എല്ലാ എലമെൻറ്റും കിടപ്പുണ്ട്. അപ്പം ചില എലമെൻറ്റുകൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുഴച്ചു നിൽക്കുന്നതാണ് ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുക. അപ്പോൾ ഇതുപോലെ വിഷ്വൽ മീഡിയകളിലൂടെ സൈക്കോ എഡ്യൂക്കേഷനിലൂടെയൊക്കെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ട്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉള്ളത് അവരറിഞ്ഞുകൊണ്ടല്ല അവരാ സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കയറി വന്ന് പിന്നെ അതൊരു ഡിസോർഡറായി മാറിയിരിക്കും. അപ്പം ഒരു ഓൾ അവെയർ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തന്നെ, മാനസികാരോഗ്യ ചർച്ച തന്നെ ഇതൊരു അവയർനെസ് ആണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഓക്കെ ഇന്നൊരു കാര്യം വരുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതേപോലെ തന്നെയാണ് സ്വയം നമുക്കൊരു ഇൻസൈറ്റ് ഓറിയന്റേഷൻ വരുന്നത്. അതായത് നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഒരു കൂടെ ആയിരിക്കുന്നവരാണ്. ഇപ്പൊ ഈ ഞാൻ നേരത്തെ കണ്ട ഒരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ കേസിൽ തന്നെ പിന്നീട് അത് ഫാമിലിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. പിന്നീട് ആ ഹസ്ബൻഡിനെ അതിന്റെ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ഒരു ഇടപെടൽ മൂലമാണ്. അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ശരിയാണ്, കുഞ്ഞുനാളിലെ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് അവൻ പഠിക്കാനായിട്ട് പോയി, പിന്നെ ഹോസ്റ്റലിലായി, പിന്നെ പഠിച്ചു, പിന്നെ അവൻ്റേതായിട്ടുള്ളൊരു ലോകത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ അവനെ പിന്തുടർന്ന് കാണുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവൻ ഭയങ്കര ആധിപത്യം പുലർത്തുന്നവനാണ്, അവൻ പറയുന്നതാണ് ശരി, അവനൊരു കാര്യം നിരൂപിച്ചാൽ അത് ചെയ്തിരിക്കും, വേറൊരാളുടെ ഒരു ഫീലിങ്സിനൊന്നും അവൻ വില കൊടുക്കില്ല, ഒരു എമ്പതി ഒന്നും അവനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പം സോ അവരതിൽ കൺവീൻസ്ഡ് ആയതുകൊണ്ടാണ് പിന്നീട് എനിക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. കാരണം അവർക്കത് മനസ്സിലായി. അവര് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് കാര്യങ്ങൾ ഈ വൈഫിന് കൊടുത്തു. അവൾക്ക് ആദ്യം തന്നെ അത് അഷ്വർ ചെയ്തു, ഓക്കെ നിങ്ങൾ തന്നെ ജീവിക്കേണ്ട, ഇനി ഞങ്ങളുടെ കൂടെ ജീവിക്കാം, അപ്പൊ നിനക്ക് ഞങ്ങൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ അവിടെ ഹസ്ബൻഡ് അടിച്ചേൽപ്പിക്കുന്ന ശരികൾക്ക് ഉപരിയായിട്ട് വൈഫിൽ ശരികളുണ്ടെങ്കിൽ ഇത് പറയാൻ ഹസ്ബൻഡിന്റെ തന്നെ വീട്ടുകാരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പലപ്പോഴും തോന്നും, പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അല്ലെ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം രണ്ട് പോർഷനായിട്ട് അങ്ങ് തിരിയും. ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും, ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും, പിന്നെ ദ്വന്ദ്വ യുദ്ധമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിനെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇവരെ ഒത്തിരി സഹായിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർ പാർട്ടിയെ നശിപ്പിക്കുക, അവരെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നമുക്ക് എല്ലാവർക്കും ജയിക്കാം. ആ ഒരു മൈൻഡിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് കറക്ഷന് വിധേയപ്പെടത്തുള്ളൂ. അപ്പം അങ്ങനെ വിധേയപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഇവർക്ക് ഇതിന് പ്രതിവിധികളായിട്ടുള്ള കുറേ കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. കാരണം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ അമിതമായിട്ടുള്ളൊരു റിലേഷൻ, നമ്മൾ പറയുന്ന ഒരാളെ വിഴുങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രകടനം, ബാഹ്യ പ്രകടനം വരുന്നതാണ് അവിടെ പ്രശ്നമാകുന്നത്.
ഓക്കെ, ഒപ്പീനിയൻ, ഇവരെല്ലാത്തിനും കയറി ഒപ്പീനിയൻ പറയും, അവർ പറയുന്നതേ ചെയ്യാവുള്ളൂ. അത് വേണ്ട, ഒപ്പീനിയൻ പറഞ്ഞോ, പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ചുകൂടി എന്താണോ നല്ലത് അത് ഞാൻ ചെയ്യും. ഒരു വൈഫിനോട് പറയാം, നിന്റെ ജോലിയൊക്കെ ഉപേക്ഷിക്ക്, നിനക്ക് ഇനി ഉള്ള പൈസയൊക്കെ ഞാൻ തരാം, അല്ലെങ്കിൽ നീ ജോലി ചെയ്തോ, പൈസ മുഴുവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ലോജിക്കലായിട്ടും കൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ ഇവർക്ക് ഭയങ്കര ദുഷ്കരമാണ്. കാരണം ഇവർക്ക് എല്ലായിടത്തും ആളാകാൻ വേണ്ടിയിട്ട്, ഇവർ അപ്പീലിംഗ് ആകാൻ വേണ്ടിയിട്ട് ഇവർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ആ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണമെന്നോ സാമ്പത്തികമായിട്ട് ചില കാര്യങ്ങളിൽ ഒരു അച്ചടക്കത്തോടെ പോകണമെന്നൊന്നും ഇവർ വിചാരിക്കത്തില്ല. ആ ഒരു സമയത്ത് മറ്റുള്ളവർ എന്നെ കണ്ടാൽ ഞാൻ ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഞാൻ ചെയ്യും. ബാക്കി ആരുടെയും കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടതില്ല. ഓക്കെ, ഇപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ചിലരൊക്കെ വന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നല്ല ഡ്രസ്സ് ഇടും, ഞാൻ നല്ല അവർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്കത് ഇടാൻ അറിയത്തില്ല. അതുകൊണ്ടാണ്. പക്ഷേ ഈ ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അയാൾ മാത്രം പ്രസന്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടുംബത്തിന്റെ ഒരു ബന്ധം ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അത് കുടുംബാംഗങ്ങൾ അത് അറിയുക, അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടെ നിൽക്കുക, വിക്ടിമിന്റെ കൂടെയും നിൽക്കണം, അതുപോലെ തന്നെ ആ ഒരു ഡിസോർഡർ ഫാക്ടേഴ്സ് ഉള്ളവരുടെ കൂടെയും നിൽക്കണം. ഇതിന് നമുക്ക് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ മെത്തേഡ്സ് ഉണ്ട്, തെറപ്പികളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇവരുടെ ഒരു ഇൻസൈറ്റ് ഓറിയൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എൻ്റെ തെറപ്പികൾ കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. സിസ്റ്ററെ, ഇപ്പോൾ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം. കാരണം നമുക്കിവരെ മാറ്റി നിർത്താനല്ല, പക്ഷേ ഇവരെക്കുറിച്ചൊരു ധാരണ എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. അത് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം. ഇതുപോലെ തന്നെയല്ലേ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതായത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇമോഷൻസ്, അതായത് നമ്മുടെ വൈകാരിക തലത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥ. നമ്മൾ നേരത്തെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞതുപോലെ തന്നെ നമുക്കിവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ആദ്യകാലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉരുവാകുന്നു എന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു ജനിതക തരത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ ക്യാരക്ടേഴ്സിനെ ഡിവലപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു സാഹചര്യങ്ങൾ. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവർക്കൊരു വാക്വം ഫീൽ ചെയ്യുന്നതാണ്. അതായത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ തൃപ്തിയുള്ളതല്ല. അപ്പം എനിക്ക് ആ തൃപ്തി അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർക്കും എന്നെ അത്ര അപ്പീലിംഗ് ഒന്നും ആകുന്നില്ല. അപ്പോൾ തോന്നലായിരിക്കാം അല്ലേ, തോന്നലാണ്. ഇത് ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലെല്ലാം ഈ മുഴച്ചു നിൽക്കുന്ന കാര്യങ്ങൾ അവരുടെ ഒരു തോന്നലാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ കൂടുതലും നമ്മൾ പറയും ഇങ്ങനെ എനിക്ക് സ്നേഹം എന്താ, എന്നെ ഒന്ന് ശ്രദ്ധിക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ആ ഒരു നമുക്ക് കാണുന്ന രീതിയിൽ അല്ലെ പ്രകടിതമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ കാണുന്നത് ഏകദേശം ഒരു ലേറ്റ് അഡോളസെൻസ് ആൻഡ് ഏർലി അഡൾട്ട്ഹുഡിലാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ചിലപ്പോൾ ആൽവിന് നന്നായി പറയാനായിട്ട് സാധിക്കുമെന്ന് തോന്നുന്നു. നമ്മുടെ സർക്കിളിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ അവർ പങ്കെടുക്കാതിരിക്കുമ്പോൾ പോലും അവരിങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കും. കുറേ നേരം കഴിയുമ്പോൾ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വില തരുന്നില്ല, നിങ്ങൾ എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണം. പിന്നെ നമ്മൾ പരിഗണിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ കൂടെ പോയി നിൽക്കുമ്പോൾ ഇനി എനിക്കത് വേണ്ട. അതുപോലത്തെ ഒരു റിപ്പൾസീവ് ആയിട്ടുള്ള ഒരു അതായത് അവർക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ പോലും അവർക്ക് അപ്പം അത് വേണ്ട എന്നുള്ളൊരു രീതിക്കാണ്. അതായത് അവർക്ക് ഇമ്പൾസിവിറ്റി ഒരുപാട് കാണിക്കുകയും എന്നിട്ട് അവരെ നമ്മൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്നാൽ പിന്നെ
അവർ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്കും അവർ മാറുന്നുണ്ട്. ഈ നമ്മൾ സാധാരണ പറയത്തില്ലേ, ചില വീടുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന പോലെയാണ്. വലത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട, നീ ഇവിടെ അങ്ങ് ഇരിക്കാൻ വേണ്ടി വന്നതാണോ, നീ ഇടത് കാല് വെച്ചേക്കാലെന്ന് ഓർക്കാം, നീ എന്നെ മുട്ടിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇവരുടെ അടുത്ത് ചില സമയങ്ങളിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു തിക്ത അനുഭവം അനുഭവിക്കുന്നത് പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണ്. കൂടുതലും അതായത് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണപ്പെടുന്ന സ്ത്രീകളിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പറയുന്ന ഈ ആരംഭ രോഗലക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയാറുള്ളൊരു കാര്യമാണ്, ഈ അഡോളസെൻ്റ് ഏജൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടികളിൽ പെട്ടെന്നുള്ള റിലേഷൻഷിപ്പുകൾ. 12 വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. അത് ഒന്നൊന്നും അല്ല, ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് അറ്റ് എ ടൈം, അതും വളരെ അവരുടെ ഒരു മാനിപ്പുലേറ്റീവ്. പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ, ഒരാളുടെ അടുത്ത് പോയി റിലേഷൻഷിപ്പിലായി കഴിഞ്ഞിട്ട് അവരുടെ അറ്റൻഷൻ എടുത്തു കഴിഞ്ഞ് ഇനി അറ്റൻഷൻ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് പ്ലീസിങ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് അവരെ ഇങ്ങനെ പ്ലീസ് ചെയ്ത് ചാക്കിലാക്കിയതിന് ശേഷം അവിടെ റിലേഷൻഷിപ്പിലായിട്ട് പിന്നെ അവിടുത്തെ റിലേഷൻഷിപ്പിലെ അറ്റൻഷൻ കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവർക്ക് അവിടെ വീണ്ടും ഡിപ്രിവേഷൻ തോന്നി. മറ്റൊരാൾ, അതായത് നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം അവരുടെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കുറച്ച് ലവ്ഡ് ഫീൽ ചെയ്യുക, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഞാൻ തഴയപ്പെടുമോ എന്നൊരു ഭീതിയാണ്. അപ്പൊ ആ ഒരു ഫിയർ ഓഫ് അബാൻമെന്റ് അവരെ ഒത്തിരി വേട്ടയാടുന്നുണ്ട്. അപ്പൊ ഞാൻ തഴയപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ഒന്നുമല്ല. അപ്പൊ അത് കുഞ്ഞുനാളിൽ കിട്ടിയിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്നാണ്. അപ്പൊ എപ്പോഴും ഈ ലൈം ലൈറ്റിൽ നിന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എന്നാൽ അത് ഒത്തിരി കാലം പറ്റത്തൂല. ഇപ്പം ഞാൻ ഓർക്കും, എൻ്റെ അടുക്കൽ വന്നൊരു കേസിൽ, അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരാനുള്ള കാരണം, പുള്ളിക്കാരത്തി കുറെ ഗുളിക എടുത്ത് കഴിച്ചു. അത് ആരോ ആയിട്ട് ഇത്തിരി തെറ്റിപ്പിരിഞ്ഞു റിലേഷൻഷിപ്പ്. ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ടായിരുന്നു, അയാളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഗുളിക എടുത്ത് കഴിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ കഥകൾ ആരോ മുട്ടുന്നു. അപ്പം നമ്മുടെ സ്റ്റാഫ്, വേറൊരു ചെറുക്കൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചെറുക്കൻ കൂടി നിൽപ്പുണ്ട്. ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇവളുടെ ആദ്യ കാമുകനാ അത്. അപ്പൊ അവൻ്റെ അടുക്കേന്ന് ഭയങ്കര വിഷമിച്ച് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കേ ചെന്ന് അങ്ങനെ കുറെ വിഷമം പറഞ്ഞപ്പോൾ അവനിങ്ങനെ ആശ്വസിപ്പിച്ചു. പിന്നെ അവൻ്റെ കൂട്ടായി. അപ്പൊ അവര് തമ്മിൽ റിലേഷൻഷിപ്പായി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുക്കേ തന്നെ വന്ന് ഇവൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ കുറച്ച് സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് വേറൊരാളുടെ അടുക്കേ പോയി. ഇങ്ങനെ കുറെ സ്ഥലത്ത് നടക്കുവാണ്. അപ്പൊ വേറെ ആരോ പറഞ്ഞറിഞ്ഞു ഇവള് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഇവൻ പറഞ്ഞു, സിസ്റ്റർ എന്നെ വിളിച്ചിട്ടൊന്നും അല്ല, പക്ഷേ സിസ്റ്റർ ഇവള് ഭയങ്കര വഞ്ചകിയാ, ഒരു 5-6 പേരെ തേച്ചിട്ട് നടക്കുന്നതാണ്, അതൊന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്നോട് പറഞ്ഞു. അപ്പം ആക്ച്വലി ഇതൊക്കെ ശരിക്കുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവർക്കൊരു റിലേഷൻഷിപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതൊരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ തന്നെ ഇവർക്ക് ഈ പാരാസൂയിസൈഡൽ ആക്ടിവിറ്റീസ്, അതായത് ഞാനിപ്പോൾ ചത്തുകളയും, നിങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു കളയും. ഇപ്പൊ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ കോളേജ് കുട്ടികളുടെ ഇടയിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ BPD-കാരുടെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് കാണും. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ ഒരാൾ ഉണ്ടാകും, അയാൾ ആ ഗ്രൂപ്പിനെ ഒന്ന് നമ്മൾ പറഞ്ഞൊന്ന് ഡിസ്റ്റോർട്ടഡ് ആക്കും. പക്ഷേ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ അവയർനെസ് കിട്ടുന്നത് കൊണ്ട് കുറെ പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ പറയാം, നിനക്ക് EUPD എന്ന് പറഞ്ഞാൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഒരു കുടുംബമായിട്ടൊക്കെ കുടുംബം തന്നെയല്ല കേട്ടോ, സമൂഹങ്ങളിലാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ട്രെയ്റ്റുകൾ ഉള്ളവരുടെ കൂടെ ജീവിക്കുക വളരെ പ്രയാസമാണ്. ഇനി നമ്മൾ അവരുടെ ഒരു കാര്യം എടുത്ത് നോക്കിക്കേ. ഇപ്പം നമ്മൾ ഒരിടത്തേക്ക് ചെല്ലുന്നു, അവർ നമ്മളോട് പെരുമാറുന്ന ആത്മാർത്ഥത ഇല്ലാതെയാണെന്ന് തോന്നുക, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുക, അവർ നമ്മളെ യൂസ് ചെയ്യുകയാണെന്ന് തോന്നുക, നമ്മുടെ ആ വിഷമം ഫീലിങ്സ് എങ്ങനെയായിരിക്കും? ദ സെയിം വേ അവർക്കത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യുവാണ്.
നമ്മൾക്കിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓക്കെ വേറൊരാൾക്ക് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ സബ്ജക്റ്റീവ്ലി നമ്മൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അതെ അതെ. പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ അവരനുഭവിക്കുന്ന ഒരു അസ്വസ്ഥത. യെസ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ നമ്മുടെ കൈകളിലേക്ക് എടുക്കുമ്പോൾ അയാളെ ഒരു സബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട്, ഒരു എംപത്തറ്റിക് അപ്രോച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അയാൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. ഇനി അയാളുടെ കൂടെയുള്ളവരെ നമ്മൾ ഈ എംപത്തറ്റിക് അപ്രോച്ചിൽ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അവരെന്തോരം സഹിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ സപ്പോർട്ട് ചെയ്യണം, എവിടെ സപ്പോർട്ട് ചെയ്യണോന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ശരിക്കും നമുക്കൊരു ശാസ്ത്രീയപരമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള ആ ഒരു പ്രൂഡൻസോട് കൂടി നമ്മൾ ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അപ്പം ഇതിനൊക്കെ ആദ്യമായി തന്നെ നമുക്ക് വേണ്ട അവയർനെസ് ആണ്, ഇതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ. ഇനി ഇത് എൻഡിങ് അല്ല. ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ, ഓക്കെ, നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ജനറ്റിക് കോമ്പണൻറ്റ് എടുത്തു മാറ്റാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഒരാളത് മനസ്സിലാക്കി കഴിയുവാണ്, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഇന്നൊരു കാര്യം എനിക്കൊന്ന് ഹാബിച്വലാക്കി ശീലമാക്കി എടുക്കണം എന്ന് തോന്നി അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ചില തെറാപ്പി വിധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം DBT പോലെ, ഡയലക്റ്റിക് ബിഹേവിയർ തെറാപ്പി, അതായത് സെൽഫ് വാലിഡേഷൻ. നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ തോട്ടിനെയൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്യുക. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. അതെ, അവരെ കൊണ്ട് തന്നെ അത് ചിന്തിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ കൂടെ ജീവിക്കുന്നവരോട് ഇങ്ങനെ അവർക്കൊരവസ്ഥയുണ്ട്, അപ്പൊ പറയുന്നതിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, എല്ലാം അതുപോലെ ഒരു പാവയെ പോലെ അല്ലെങ്കിൽ റോബോട്ടിനെ പോലെ അവരുടെ കൂട്ടത്തിൽ പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ വേഴ്സൺ ആകുന്ന ഒരു കണ്ടീഷൻ കുടുംബത്തെക്കാൾ കൂടുതലായിട്ട് ഒരു സിസ്റ്റത്തിലാണ്. ഹൈറാർക്കിക്കലായിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും മേളിലുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു അധികാരപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇതുമൊക്കെ നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനെയൊക്കെ കുറച്ചുകൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇതിനുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ടിപ്സുകളും കാര്യങ്ങളും എങ്ങനെ ഇതിനെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാം എന്നൊക്കെ ചിന്തിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ആൽവിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.